السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن هدى للناس وبينات من الهدى والفرقان، قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في القسم الثاني من الدورة الثالثة من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യയുടെ മൂന്നാം സെമസ്റ്റർ രണ്ടാം ഭാഗത്തിലാണ് നാം ഉള്ളത്. ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഇവിടെ നിർത്തി നമ്മൾ رقم 165. 165. المدرس ما ينبغي لطالب ما ينبغي لطالب أن يضيع وقته في مشاهدة التلفاز. തിൽഫാസിന്റെ കാര്യമായിരുന്നു അവിടെ പറഞ്ഞത്. തിൽഫാസ് എന്താണ്? തിൽഫാസ് ടെലിവിഷൻ. തെൽഫാസ്. അപ്പൊ തെൽഫാസിൽ എന്ത് ചെയ്ത് മാ എംബഗി എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് സ്യൂട്ടബിൾ, അനുയോജ്യമല്ല. മാ എംബഗി ലി ത്വാലിബിൻ, ഒരു സ്റ്റുഡന്റിന്, ത്വാലിബിൻ ഫോർ എ സ്റ്റുഡന്റ്, ഏത് സ്റ്റുഡന്റ് ആയിരുന്നാലും ഒരു സ്റ്റുഡന്റിന് യോജിച്ചതല്ല. എന്താർത്ഥം? പാഴാക്കി. പാഴാക്കി. പാഴായി. അലിഫ് ദ്വാദ് അലിഫ് ഐന് പാഴായി. പാഴാക്കി. വന്നുകൊണ്ട് നസ്ബ് ചെയ്തു. വഖ്തഹു, തന്റെ സമയം പാഴാക്കൽ ഒരു സ്റ്റുഡന്റിനും യോജിച്ചതല്ല, ഭൂഷണമല്ല. മാക്കാന എമ്പകയൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അതിന്റെ മറ്റൊരു രൂപമാണ് മാ എമ്പകൈ. വഖ്തഹു, അവന്റെ സമയം. ഫീ മുശാഹിദത്ത്, നേരത്തെ എന്താ പറഞ്ഞത്? ഷാഹത്തൊന്നല്ലേ? ലാ തുആഖിദ്നി യാ ഉസ്താദ് സുർത്തുൽ ബാരിഹത്ത ജാറൻ ലി വജലസ്തു ഇൻദഹു ഉശാഹിദു. ഷാഹദ യുശാഹിദു എന്ന് പറയും. ഉശാഹിദു, ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അതിന്റെ ക്രിയാധാതുവാണ് മുശാഹദത്ത്. ജാഹദ യുജാഹിദു മുജാഹദത്ത്. അപ്പോൾ അതിന്റെ ആ ക്രിയ നമ്മൾ പഠിക്കാനുള്ള പാഠത്തിലുള്ള കൺസെപ്റ്റിലുള്ള ഒരു ഭാഗമാണ്. ഷാഹദ യുഷാഹിദു എന്ന ക്രിയ, അതിന്റെ ക്രിയാധാതു മുഷാഹദത്തുൻ. അപ്പൊ ടെലിവിഷൻ വാച്ച് ചെയ്യുന്നതിൽ, മുഷാഹിദത്ത് വാച്ചിങ് അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കൽ എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. ഷാഹദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചു. മുഷാഹദത്ത് സാക്ഷ്യം വഹിക്കൽ, സാക്ഷിയാകൽ, വാച്ച് ചെയ്തുകൊണ്ടിരിക്കൽ. ഫീ മുഷാഹിദത്തി, മുഷാഹദത്തി. ഫീ വന്നുകൊണ്ട് എന്ത് ചെയ്തു? ജർ ചെയ്തു. ഫീ മുഷാഹദത്തി തെൽഫാസ്,
തിൽഫാസിനെ മുഷാഹദത്തിനെ എന്ത് ചെയ്തു? തിൽഫാസിലേക്ക് ഇതാഫത്ത് ചെയ്തു, തിൽഫാസിനെ ജർ ചെയ്തു. അബ്ദുള്ള അർജുൽ മുസാമഹ. മുസാമഹ. അപ്പൊ മുസാമഹത്ത് മുഷാഹദത്ത് പോലെയാണെങ്കിൽ, മുസാമഹത്തിന്റെ പേര് മാളി എന്തായിരിക്കും? അവ്വൽ വസിൻ സാമഹ. സാമഹ. എന്ത് ചെയ്തു? എക്സ്ക്യൂസ് ചെയ്തു, അല്ലെങ്കിൽ മാപ്പ് കൊടുത്തു. സാമഹ. അപ്പൊ അർജു ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഐ റിക്വസ്റ്റ് അൽ മുസാമഹ, എനിക്ക് മാപ്പ് തരാൻ, മാപ്പിനെ ഞാൻ തേടുന്നു എന്നർത്ഥം. ഇവിടെ നമുക്ക് മുസാമഹത്ത് എന്ന അതിന്റെ ക്രിയാധാതു പഠിക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആ ക്രിയാധാതു ഉപയോഗിച്ചത് ഇവിടെ. അർജുൻ മുസാമഹത്ത. യുനാദിൽ മുദർരിസുൽ മുറാഖിബ. യുനാദിൽ മുദർരിസുൽ മുറാഖിബ. അധ്യാപകൻ ആരെ വിളിച്ചു? മുറാഖിബിനെ വിളിച്ചു, ഇൻസ്പെക്ടറെ വിളിച്ചു. അപ്പൊ മുറാഖിബാണ് എന്ത് ചെയ്യുന്നത്? അറ്റൻഡൻസ് നോക്കുന്നത്. മുറാഖിബ് സൂപ്പർവൈസർക്ക് ഓരോ ജോലി ഉണ്ടാവുമല്ലോ. അറ്റൻഡൻസ് നോക്കുന്ന മുറാഖിബാണ്. അതിനാണ് മുറാഖിബ് എന്നാണ് അയാളെ വിളിക്കുന്നത്. അൽ മുറാഖിബു ബഅദ തഹിയ്യത്തി വൽ മുസാഫഹത്തി. അപ്പൊ ബഅദ തഹിയ്യത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. തഹിയ്യത്ത് എന്താ? അഭിസംബോധനയല്ല, അഭിവാദ്യം. എല്ലാ ദിവസവും പറയാറുണ്ടോ നിങ്ങള് അഭിവാദ്യം? അതിന്റെ ബഹുവചനമാണ്, അത്തഹിയ്യത്തിന്റെ ബഹുവചനമാണ് അത്തഹിയ്യാത്ത്. അപ്പൊ ബഅദ തഹിയ്യ, അവർ കത്തെഴുതുമ്പോ പലപ്പോഴും അസ്സലാമു അലൈക്കും എന്ന് എഴുതുന്നതിന് പകരം ബഅദ തഹിയ്യ എന്നും എഴുതാറുണ്ട്. സാധാരണഗതിയിൽ ഔപചാരികമായിട്ടാണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് എഴുതും. ഔപചാരികമായിട്ട് തന്നെ എഴുതുന്നതിൽ ബഅദ തഹിയ്യ എന്നും ഉപയോഗിക്കരുത്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം ബഅദ തഹിയ്യ എന്നെഴുതും. അതേപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബഅദ തഹിയ്യത്തി വൽ മുസാഫഹത്തി. മുസാഫഹത്ത് എന്താണ്? അതിന്റെ മാളി എന്തായിരിക്കും? സാഫഹ. മുസാഫഹത്ത് ഷേക്ക് ഹാൻഡ്. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ ഔപചാരികത. ആള് വന്നാൽ എന്ത് ചെയ്യും? ഉടനെ സലാം പറയും, ഷേക്ക് ഹാൻഡ് കൊടുക്കും. പോലീസുകാർ എന്താ പറയാ, പോലീസുകാർ ഒരു കുറ്റം കണ്ട് ഒരാളിനെ പിടിച്ചാലും അയാൾ ഒന്ന് എന്ത് ചെയ്യാ? സലാം പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കും പോലീസുകാരന്. അവിടെ പോലീസുകാരൻ കുറച്ച് എന്ത് ചെയ്യും? കുറച്ച് മയപ്പെടും, കുറ്റത്തിന്റെ തോതനുസരിച്ച്. നമ്മളെ ട്രാഫിക്കിലൊക്കെ ഒന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചു, സ്വാഭാവികമായിട്ടും ഡ്രൈവറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മിസ്റ്റേക്ക് ആയിരിക്കും, ഒരു എന്താ പറയുക, ഓവർ സൈറ്റ് അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോ ഷുർത്ത വന്നു, അല്ലെങ്കിൽ ട്രാഫിക്കാർ മുറൂർ എന്നാ പറയാ, ട്രാഫിക് പോലീസ് മുറൂർ വന്നാൽ എന്ത് ചെയ്യും? മുറൂർ വന്നാൽ ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ ചിലപ്പോൾ അത് വിട്ടേക്കും, കുറ്റത്തിന്റെ തോതനുസരിച്ച്. അപ്പൊ അത് അയാൾ വന്നിട്ട് എന്ത് ചെയ്യും? ഉടനെ സലാം പറയും, ഷേക്ക് ഹാൻഡ്. അപ്പൊ അതാണ് ബഅദ തഹിയ്യത്തി വൽ മുസാഫഹത്ത്. മുസാഫഹത്തിന്റെ മാവി എന്താ പറഞ്ഞു നമ്മള്? സ്വാഫഹ. മുസാഫഹത്ത് ചെയ്തു. നാദൈതനി യാ ഉസ്താദ്. നാദൈതനി യാ ഉസ്താദ് എന്താർത്ഥം? എന്നെ വിളിച്ചിരുന്നോ? എന്നെ വിളിച്ചു. താങ്കൾ എന്നെ വിളിച്ചിരുന്നോ ഉസ്താദേ? സാധാരണ മലയാളം ചോദിക്കുന്നവർ തന്നെയാണ്. വിളിച്ചായിരുന്നു എന്നെ എന്ന് ചോദിക്കും.
അൽ മുദരിസ്. അപ്പൊ നാദ എന്നുള്ള നമ്മൾ പഠിക്കാനുള്ള വാക്കാണ് ഇവിടെ ഈ പാഠത്തിൽ പഠിക്കാനുള്ള വാക്കാണ്. 3+ലുള്ള ക്രിയകളെല്ലാം നമ്മൾ ഇതിൽ പഠിക്കാനുള്ള പാഠത്തിന്റെ കൺസെപ്റ്റിന്റെ അതിന്റെ പാഠത്തിൽ നാദ ഉദ്ദേശിക്കുന്നത്. യുനാദി നമ്മൾ പഠിച്ചിരുന്നില്ലേ? നാദായിനാദി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതെ ഈ അതെ. പാഠത്തിൽ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ക്രിയകളിൽപ്പെട്ടതാണ് 3+ ക്രിയകളല്ല, അതിൽപ്പെട്ടതാണ് നാദ. നേരത്തെ പറഞ്ഞ സാഫഹ, ജാഹദ, ആ ഗ്രൂപ്പിൽപ്പെട്ടതാണ് നാദ. നാദ യുനാദി, അനാദയിത്തനി. അപ്പൊ നാദ യുനാദി യാ ഉസ്താദ് അൽ മുദരിസ്. നഅം. മതാ യഊദുൽ മുദീറു? മതാ യഊദുൽ മുദീറു? ആദ യഊദു. എന്താർത്ഥം? ആദ തേടി. തേടിയല്ല. ദാലല്ല, ദാലാണ്. മടങ്ങി. ആദ മടങ്ങി. ആദ അഭയം തേടി. അതിന് അതാണ് അഊദു. ഇന്നി അഴുത്തു ബി റബ്ബി വറബ്ബിക്കും. ഖുർആനിൽ ഇന്നി അഴുത്തു ബി റബ്ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഭയം തേടും, തേടി. അതേപോലെ അഊദു. ഇവിടെ എന്താണ്? ആദ മടങ്ങി. ആദ ഈ രണ്ടർത്ഥമുണ്ട്, ഇനി ഒരർത്ഥം കൂടെ പറയുമായിരുന്നു. ആദ. മത്താ യഊദുൽ മുദീറു? ഹെഡ് മാസ്റ്റർ എപ്പോഴും മടങ്ങി വരും? അൽ മുറാത്തിബ്. ഖാദ് യഊദുൽ യൗമ ഇൻഷാ അല്ലാഹ്. ഖാദ് യഊദുൽ യൗമ. അപ്പൊ ഖദ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ഖദിന്റെ ശേഷം എന്ത് വന്നിരിക്കുന്നു? ഫിഅ്ല് മുദാരി വന്നിരിക്കുന്നു. അതിന് ശേഷം ഫിഅ്ല് മുദാരി വന്നാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം എന്നതാണ് ഖദ്. ചിലപ്പോൾ ഇതിന്റെ ഭാഗത്ത് അവസാനം വിശദീകരിക്കുന്നുണ്ടാവും. നമ്മൾ അങ്ങോട്ട് ഗ്രാമർ പറയുമ്പോഴത്തേക്കും എന്താ പറയുക, എക്സസൈസ് ചെയ്ത് വിശദീകരിക്കാം. അതിൽ ഒരു ഘടകം അതിന് ശേഷം ഫിഅ്ല് മുദാരി വന്നാൽ ഒന്നെന്താണ്? സംശയമാണ്. അതിനുശേഷം അതിന്റെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഇതാണ്, അതിനുശേഷം മാവി വന്നാൽ അത് ഉറപ്പായും നടന്നു കഴിഞ്ഞു. തഅക്കീദാണ്. ഇന്ന വരുന്ന പോലെ തഅക്കീദാണ്. അതിനുശേഷം എന്ത് വന്നാല് ഫിഅ്ല് മാവി. ലഖദ് ഖലഖ്നൽ ഇൻസാൻ. അപ്പൊ എന്താണ്? തഅക്കീദാണ്. അതിനുശേഷം വലഖദ് യസ്സർനൽ ഖുർആൻ. തീർച്ചയായും ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നു. അതിനുശേഷം മുദാരി വന്നാലോ? അതല്ല, തഅക്കീദല്ല, ഉറപ്പല്ല. അതിനുശേഷം മാദി വന്നാൽ ഉറപ്പാണ്. അതിനുശേഷം മുദാരി വന്നാൽ ഉറപ്പല്ല. ഓക്കെ, ഉറപ്പല്ല. ഖദ് യഊദുൽ യൗമ ഇൻഷാ അല്ലാഹ്. ഇന്ന് വരുമായിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് വരുമായിരിക്കും. ഇതെന്ന് വെച്ചാൽ എന്തായിരുന്നു മറന്നുപോയി. എന്താണ് തഅക്കീദ്? തഅക്കീദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? ആഹാ. തഅക്കീദ് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു, അക്കത ഉറപ്പിച്ചു, അക്കത ഉറപ്പിച്ചു. തഅക്കീദ് ഉറപ്പിക്കുക. അക്കത യുഅക്കിദു, ഉറപ്പിച്ചു. തഅക്കീദ് ഉറപ്പിക്കുക. അപ്പൊ ഗ്രാമറിൽ തഅക്കീദ് എന്നാണ് പറയുക. ഇന്ന വരുന്നതിന് ഇന്ന ഹർഫ് തഅക്കീദ് എന്നാണ്. അദാത്ത് തഅക്കീദ്, ഉറപ്പിക്കുക. നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിപ്പോ പറഞ്ഞതായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അതിനുശേഷം മാവി വന്നാൽ ഉറപ്പിക്കലാണ്, ഉറപ്പായും കടന്നു കഴിഞ്ഞു. മുദാരി വന്നാൽ ഉറപ്പില്ല. പിന്നെ ആ ഉറപ്പില്ലാത്തതിന് പല സന്ദർഭങ്ങളുണ്ട്. അത് നമ്മൾ എക്സസൈസ് പറയുമ്പോഴത്തേക്ക് പറയാം. ഇവിടെ എന്ത് ചെയ്യാ? ഖദ് യഊദുൽ യൗമ ഇൻഷാ അല്ലാഹ്. ഇന്ന് വരുമായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വന്നേക്കാം. ആ അർത്ഥത്തിലാണ് ഖദ് യഊദ്. അതാണ്, അതോടുകൂടി പാഠം കഴിഞ്ഞു. തമാരി പാഠം വായിച്ചത് വല്ല ഓർമ്മയുണ്ടോ? തമാരി വായിക്കുമ്പോഴത്തേക്ക് ആദ്യം പാഠത്തിൽ നിന്നുള്ള ഉത്തരമായിരിക്കും വരിക.
ലിമ സാഫറ അഹ്മദ് ഇല മക്കത്ത. അഹ്മദ് എന്തിനാ മക്കയിൽ പോയത്? لإعادة നമ്മൾ ഇയാദത്ത ഇയാദത്തായാലും ലീ വന്നാൽ ലി ഇയാദത്തി. അഖീഹിൽ മരീദ് അൽ മരി അൽ മരി അഖീൽ വായണം. മരീദ് അൽ മരീദി. കാരണം ഇയാദത്തി അഹി അഹി വന്നപ്പോ എന്തായി? ഇലാഫത്ത് ചെയ്തുകൊണ്ട് അഹിന് കസ്ർ വന്നു. ഇയാദത്തിന് മരി അഹിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പം അഹിന് കസ്ർ വന്നു. പിന്നെ എന്ത് ചെയ്യണം? അൽ മരീദി. ഇയാദത്തി അഹിഹിൽ മരീദി. الثاني من أين مجاهد متى هاجر أبوه من الهند. من أين مجاهد؟ مجاهد എവിടത്തെ കാരനാണ്? من أين مجاهد متى هاجر أبوه من الهند. അപ്പൊ തന്നെ മനസ്സിലായി ചോദ്യത്തിന്റെ ഇവിടെ ഇപ്പോഴുണ്ട്. എന്റെ രണ്ടാമത്തെ ഭാഗത്തിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമുണ്ട്. മത ഹാജർ അബൂഹു മിനൽ ഹിന്ദ് എന്നാണ് ചോദിച്ചത്. മിൻ ഐന മുജാഹിദുൻ. മനസ്സിലായില്ലേ? മിനൽ ഹിന്ദി. മുജാഹിദുൻ മിനൽ ഹിന്ദി. മത ഹാജർ അബൂഹു. അപ്പൊ ഹിജ്റ ചെയ്തു. അപ്പൊ നമുക്ക് വേണം അസ്ലൻ എന്ന് പറയാം. ബേസിക്കലി ഹി ഈസ് ഫ്രം ഇന്ത്യ. അസ്ലൻ മുജാഹിദുൻ അസ്ലൻ മിനൽ ഹിന്ദി. متى هاجر أبوه من الهند؟ إلى أستراليا. لا أستراليا. أستراليا എന്നല്ല, ഓസ്ട്രേലിയ. ഇവിടെ ചോദ്യം മത ഹാജർ അബൂഹു മിനൽ ഹിന്ദ് എന്നാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഓസ്ട്രേലിയ പറഞ്ഞാല് നിങ്ങൾ പുസ്തകം എടുത്ത് വെച്ച് വെറുതെ വായിച്ചു ചോദിക്കും. അതെ. മത ഹാജറ എപ്പോഴാണ് ഹിജറ ചെയ്തതെന്ന്, മൈഗ്രേറ്റ് ചെയ്തത്? عام الماضي في عام الماضي. അമൽ മാതി എന്നാണ്. കഴിഞ്ഞ വർഷം വന്നോ? അതിന്റെ വാപ്പ കഴിഞ്ഞ വർഷം വന്നെങ്കിൽ അയാൾ എപ്പോഴും വന്നതാണ്? هاجر من الهند إلى أستراليا وهو شاب. വഹുവ ഷാബുൻ. അയാൾ യുവാവായിരിക്കുമ്പോഴേ, വാപ്പ യുവാവായിരിക്കുമ്പോഴാണ് മൈഗ്രേറ്റ് ചെയ്തത്. ഹാജർ അബൂഹു മിനൽ ഹിന്ദി വഹുവ ഷാബുൻ. വാവുൽ ഹാല് കേട്ടോ, അയാൾ ഷാബായിരിക്കുമ്പോൾ. ലിമാദാ കാന അബ്ദുല്ലാഹി നഅ്സാന. ലിമാദാ കാന അബ്ദുല്ലാഹി നഅ്സാന. ഇപ്പൊ പറഞ്ഞതേ ഉള്ളു എന്റെ ഉത്തരം. പക്ഷെ ഈ നഅ്സാൻ എന്ന വാക്കിന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. مشاهدة തെൽഫാസ്. എങ്ങനെ പറയും? എന്താ പറഞ്ഞിരിക്കുന്നത്? لأنه شاهد مباراة. മുബാറത്ത അല്ലെങ്കിൽ മുബാറാത്ത ഖുറത്തിൽ ഖദം. മുബാറാത്തിനെ ഖുറത്തിലേക്ക് ഇലാഫത്തിയാണ്. ഖുറത്തിൽ ഖദമി. പിന്നെ ഖുറത്തിനെ ഖദമിലേക്ക് ഇലാഫത്തി. അല ശാശത്തി തിൽഫാസി ഇല മുൻതസിഫില്ലേ. കണ്ടോണ്ടിരുന്നോണ്ടല്ല ഉറങ്ങിപ്പോയത്, മിഡ് നൈറ്റ് വരെ കണ്ടോണ്ടിരുന്നോണ്ട. നഴ്സാന്റെ അർത്ഥം എന്താ? ഉറങ്ങുന്നു. الرابع ما التجارة التي دلنا عليها الله تعالى في سورة الصف. ما التجارة التي دلنا അർത്ഥം എന്താ? അറിയിച്ചു. ദല്ലന അലൈഹ അതിനെ സംബന്ധിച്ച് അറിയിച്ചു അല്ലാഹു തആല ഈ സൂറത്ത് സഫ്. സൂറത്ത് സഫിൽ പറഞ്ഞു തന്ന കച്ചവടം എന്തായിരുന്നു? يؤمنون بالله അല്ലേ? يؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم. അപ്പൊ ഇവിടെ എണ്ണി പറഞ്ഞല്ലോ.
എന്തൊക്കെയാണ് പറഞ്ഞത്? ജന്നാത്തിൻ ആ ഹിയ അൽ ഈമാനു ജന്നാത്തുൻ തജ്രിയൊക്കെ അതിന്റെ റിസൾട്ടാണ്. അതെ അതെ. തിജാറത്ത് എന്താ? അതിന്റെ പ്രോഫിറ്റ് ആണ് ജന്നാത്തുൻ തജ്രി. തിജാറത്ത് എന്താ? കച്ചവടം. തിജാറത്ത് അൽ ഈമാനു ബില്ലാഹി, അൽ ഈമാനു ബില്ലാഹി വ റസൂലിഹി, ഈമാനു ബില്ലാഹി വ റസൂലിഹി. പിന്നെ എന്ത് ചെയ്യണം? വൽ ജിഹാദു ഫീ സബീലില്ലാഹി ബിൽ അംവാലി വൽ അൻഫുസ്, അല്ലെങ്കിൽ ബി അംവാലിനാ വ അൻഫുസിനാ. ഒന്നുകിൽ അലിഫ് ലാം ചേർത്ത് പറയാം നാ ഇല്ലാതെ, അല്ലെങ്കിൽ നാ ചേർത്ത് പറയാം. ജിഹാദ് ഫി സബീലില്ലാഹി ബി അംവാലിക്കും എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? ബി അംവാലിന, അംവാലിന വ അൻഫുസിന. നമ്മുടെ നഫ്സ് കൊണ്ടും നമ്മുടെ പണം കൊണ്ടും നഫ്സ് കൊണ്ടും അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിയാണ്. ജിഹാദ് ചെയ്യണം, നമ്മൾ ജിഹാദ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിരിക്കും അതിന്റെ പ്രാധാന്യം, അതിന്റെ വിശദീകരണമൊക്കെ അതിന്റെ സന്ദർഭം അനുസരിച്ചിരിക്കും. സന്ദർഭത്തിന്റെ തേട്ടം അനുസരിച്ച് ആക്ട് ചെയ്യുക, അതാണ് ജിഹാദ്. الثاني التمرين الثاني من أبواب الفعل الثلاثي. الثلاثي എന്ന് പറഞ്ഞാൽ എന്താണ്? الثلاثي المزيد എന്ന് പറഞ്ഞാൽ എന്താ? الثلاثي എന്ന് പറഞ്ഞാൽ الفعل الثلاثي എന്ന് പറഞ്ഞാൽ triliteral verb or a verb having 3 letters only, 3 basic letters only. الثلاثي المجرد എന്ന് പറയും. സുലാസി എന്ന് പറഞ്ഞാൽ 3 letters, 3 അക്ഷരങ്ങൾ. ഇവിടെ എന്തായാലും അൽ മസീദ് ഫീഹി, അൽ മസീദ്, അൽ സുലാസിയിൽ മസീദ് 3+. നമ്മളതിനാണ് 3+ എന്ന് പറഞ്ഞത്. അപ്പൊ 3+ എന്ന് പറഞ്ഞാൽ +1 ഉണ്ടാകാം, +2 ഉണ്ടാകാം, +3 ഉണ്ടാകാം. സ്കൂളിലെ പോലെ +2 മാത്രമല്ല. അപ്പോ ഇവിടെ എന്താണ്? 3 വരെ ഉണ്ട്, +3 വരെ ഉണ്ട്. ഇവിടെ മസീദ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അസുലാസിയിൽ മസീദ് 3+ വെർബ്സ് അതിന്റെ ബാബിൽ പെട്ടതാണ്, അതിന്റെ ഡിവിഷനിൽ പെട്ടതാണ്. ബാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഗം, ഖണ്ഡം, അല്ലെങ്കിൽ ഡിവിഷൻ എന്നൊക്കെയുള്ള അർത്ഥം. ചാപ്റ്റർ അല്ല. ബാബു ഫഅല. അപ്പൊ നമ്മള് മുമ്പ് പറഞ്ഞില്ലേ, ഫേല് കൊണ്ടുള്ള കളിയാണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് പറയാൻ ആ ഫേല് എടുത്തിട്ടില്ല. ഫഅല യഫ്അലു, ഫഅല യഫ്അലു, ഫഅല യഫ്അലു, ഫഅല യഫ്ഉലു, ഇങ്ങനെയാണ് ബാബുകളെ പറയുന്നത്. നമ്മൾ പഠിച്ച ഫതഹ യഫ്തഹു ബാബിനെ പറയുന്നത് ഫഅല യഫ്അലു ബാബെന്ന്. അറബി യദ്രിബു ബാബിനെ പറയുന്നത് ഫഅല യഫ്ഇലു ബാബെന്ന്. ശമിയ യസ്മഉ ബാബിനെ പറയുന്നത് ഫഅല യഫ്അലു ബാബെന്ന്. നമ്മൾ അതെല്ലാം കളഞ്ഞിട്ട് എളുപ്പ വഴിയിൽ സ്വീകരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വറബ എപ്പോഴും യദ്രിബു എന്ന് മാത്രമേ വരുള്ളൂ. ഒരിക്കലും ഒരു സ്റ്റുഡന്റിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതേപോലെ സമിയ എപ്പോഴും യസ്മഉ എന്ന് മാത്രമേ വരുള്ളൂ. നസറ എപ്പോഴും യൻസുറു എന്ന് മാത്രമേ വരുള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഗ്രാമറിന്റെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഈ രീതി പഠിച്ചു വയ്ക്കണം. കാരണം അത് അങ്ങോട്ട് പോകുന്നതിൽ എല്ലാത്തിലും പ്രയോജനപ്പെടും, കൂടുതൽ പ്രയോജനപ്പെടും. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവൂ എന്നില്ല, മറിച്ച് കൂടുതൽ പ്രയോജനപ്പെടും. നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ ഓർമ്മിച്ച് വയ്ക്കാൻ വേണമെങ്കിൽ ഫഅല എന്ന് പറഞ്ഞാൽ ജാഹദ ഗ്രൂപ്പാണ്. നമ്മൾ പഠിച്ച ജാഹദയാണ്. ബാബ് ഫഅല. അപ്പൊ ഫഅല ബാബ് ഇതിൽപ്പെട്ടതാണ്, സുലാസിയിൽ മസീദിൽപ്പെട്ടതാണ്. സീദത്ത് ഫീഹി, സീദത്ത് എന്ന് പറഞ്ഞാൽ സീദത്തിന്റെ ഒഴിവാക്കി പറഞ്ഞാൽ സീദ എന്ന് പറഞ്ഞാൽ ഖീല പോലെ. സീദ ഖീല പോലെയാണെങ്കിൽ സീദയുടെ ഫേദ് മാറിയ ഒന്നാമത്തെ രൂപം എന്തായിരിക്കും? വർദ്ധിച്ചു. ജാദ വർദ്ധിച്ചു. കാല പറഞ്ഞു, ഖീല പറഞ്ഞു, ജാദ വർദ്ധിച്ചു, സീദ വർദ്ധിപ്പിക്കപ്പെട്ടു. ജീദത്ത് ഫീഹി അലിഫുൻ, അതില് അലിഫ് വർദ്ധിപ്പിക്കപ്പെട്ടു. ബഅദൽ ഫാഇ, ബഅദൽ ഫാഇ പറഞ്ഞാല് ഒന്നാമത്തെ അക്ഷരത്തിന് ശേഷം.
ജാഹദയിലെ ഒന്നാമത്തെ അക്ഷരത്തിന് ശേഷം ഫാഅല ഫായില്. അപ്പൊ ഈ കൂടുതൽ പ്രയോജനപ്പെടാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പിന്നീട് പറയുന്നതെല്ലാം ഫാഉൽ ഫിഅല്, ഐനുൽ ഫിഅല്, ലാമുൽ ഫിഅൽ എന്നായിരിക്കും പറയാം. 3 അടിസ്ഥാന അക്ഷരങ്ങളുണ്ടല്ലോ. 3 അടിസ്ഥാന അക്ഷരങ്ങളിലെ ഒന്നാമത്തേത് ഫാഉൽ ഫിഅൽ എന്നാണ് പറയുന്നത്. മധ്യത്തേത് ഐനുൽ ഫിഅൽ എന്ന് പറയും. അവസാനത്തേത് ലാമുൽ ഫിഅൽ എന്ന് പറയും. അപ്പൊ നമ്മൾ ജാഹദ എടുത്തു കഴിഞ്ഞാൽ ജാഹദ എന്ന് പറഞ്ഞാൽ ജാഹദയുടെ ജീം ഫാഉൽ ഫിഅലിന്റെ സ്ഥാനത്ത്, ജാഹദയുടെ ഹ ഐനുൽ ഫിഅൽ, ദാല് ലാമുൽ ഫിഅലാണ്. അപ്പൊ നമ്മൾ ഫഅല നോക്കുക, ഫഅല എടുക്കുന്നു ഐനിലാണ്. അപ്പൊ അതിലെ ഒന്നാമത്തെ അക്ഷരം ഫാഉൽ ഫിഅല്, മധ്യത്തെ അക്ഷരം ഐനുൽ ഫിഅല്, അവസാനത്തെ അക്ഷരം ലാമുൽ ഫിഅൽ. സീദത്ത് ഫീഹി ഫഅലയില് അല്ലെങ്കിൽ ജാഹദയില് ചെയ്തിരിക്കുന്നു. സീദത്ത് ഫീഹി അതിൽ വർദ്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അലിഫുൻ, ഒരു അലിഫ് വർദ്ധിപ്പിച്ചു. ബഅദൽ ഫാഇ, ഒന്നാമത്തെ അക്ഷരത്തിന് ശേഷം. നഹ്വ് ഈ പറയുന്നത് പോലെ സാഫറ, സാമഹ, ആഖദ. ആഖദയിൽ ആദ്യം ഒരു ഹംസ ഉണ്ട്, പിന്നെയാണ് അലിഫ്. ഓക്കെ, അപ്പൊ ഇതൊരു പോയിന്റ് നമുക്ക് ഓർമ്മിപ്പിച്ചെന്നാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, ഇസ്തഖ്രിജ് മിനദ് ദർസി അൽ അഫ്ആൽ അൽ വാരിദത ഫീഹി മിൻ ബാബി ഫഅല. ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വായിച്ചു നോക്ക്. ആരെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇസ്തഖ്രിജ് മിനദ് ദർസി, പാഠത്തിൽ നിന്നും പുറത്തെടുക്കുക. ഇസ്തഖ്രിജ് കേട്ടോ, പുറത്തെടുക്കുക. ഖറജ, പുറത്തു പോയി. ഇസ്തഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കുക. ഇസ്തഖ്രിജ് മിനദ് ദർസി, പാഠത്തിൽ നിന്നും പുറത്തെടുക്കുക. അൽ അഫ്ആൽ വാരിദത ഫീഹി, ആ പാഠത്തിലുള്ള മിൻ ബാബി ഫഅല. ആരെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എന്നാ വായിക്കും. ഹാജറ. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഹാവല. ഹാവല. ഹാവലയുടെ അർത്ഥം എന്താണ്? ശ്രമിച്ചു, അറ്റംപ്റ്റ്. അടുത്തത് ഷാഹദ. സാബഖ. സാബഖ എന്താണ്? മത്സരിച്ച് മുന്നേറി, അല്ലെങ്കിൽ മുൻകടന്നു. ഓക്കെ, അസാലിസ് അസാലിസ് തഅമ്മലിൽ മിസാലൈൻ, 2 ഉദാഹരണങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഈ പറയുന്ന 2 ഉദാഹരണം തഅമ്മലിൽ മിസാൽ. സുമ്മ ഹാത്തിൽ മുദാരിഅ വൽ അംറ. 2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. തഅമ്മൽ മിസാലൈൻ, ഈ 2 ഉദാഹരണങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ച് വായിക്കുക, പഠിക്കുക. സുമ്മ ഹാത്തി, പിന്നീട് നീ കൊണ്ടുവരൂ. ഹാത്തി അൽ മുദാരിഅ വൽ അംറ വൽ മസ്ദറ, പിന്നെ മുദാരിയും കൽപ്പനയും മസ്ദറും. മസ്ദർ എന്താണ്? റൂട്ട് വേർഡ് അല്ലെങ്കിൽ ക്രിയാധാതു. മിനൽ അഫ്ആലിൽ ആത്തിയ, അതിനെ തുടർന്ന് വരുന്ന, ഉദാഹരണം കഴിഞ്ഞിട്ട് പിന്നീട് തുടർന്ന് വരുന്ന അൽ ആത്തിയ. ഇവിടെ ഷാഹദയും കാബലയുമാണ് കൊടുത്തത്. ഷാഹദയുടെ അപൂർണ ക്രിയ യുഷാഹിദു, കൽപ്പന ഷാഹിദ്, ക്രിയാധാതു മുശാഹദത്ത്. അപ്പൊ നമ്മൾ പണ്ട് 6 രൂപം പഠിച്ച ഓർമ്മയുണ്ടോ? അണ്ടർസ്റ്റാൻഡ് ഖുർആനില്. അത് ഞാൻ അന്ന് ഉണ്ടാക്കിയതാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഇംഗ്ലീഷിലുള്ള സംഭവം അല്ല. ഞാൻ മലയാളത്തിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എളുപ്പത്തിന് തയ്യാറാക്കിയതാണ്. ഷാഹദ് ഫതഹാണെങ്കിൽ ഫതഹ യഫ്തഹു, പിന്നെ എന്ത് ചെയ്തു? ഇഫ്തഹു. ഫാത്തിഹൻ മഫ്തൂഹൻ. അപ്പൊ ഫാത്തിഹൻ മഫ്തൂഹൻ പഠിക്കൽ പ്രധാനമല്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞത്. അതേസമയം ക്രിയാധാതു നമുക്ക് ഓർമ്മിച്ചേക്കണമെങ്കിൽ ഫാത്തിഹൻ മഫ്തൂഹിന്റെ കൂടെ ഓർമ്മിച്ചാൽ ഫതഹൻ ക്രിയാധാതു ഓർമ്മിച്ചേക്കാൻ പറ്റും. അതിൽപ്പെട്ട 4 എണ്ണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫാത്തിഹൻ മഫ്തൂഹൻ മാത്രമേ ഇവിടെ ഇല്ലാതെ ഉള്ളൂ. ഷാഹദ യുഷാഹിദു, ഷാഹിദ് മുശാഹദത്ത്. അതാണ് അതിന്റെ ജാഹദ യുജാഹിദ്, ജാഹിദ് മുജാഹദത്ത്. ഖാബല യുഖാബിലു, ഖാബിൽ മുഖാബലത്ത്.
ആണ് എന്റെ ക്രിയാധാതു. അപ്പൊ സാമഹ എങ്ങനെ പറയും? യുസാമിഹു ആ ഈ സാമിഹ് ഷാഹിദയുടെ മുസാ- പിന്നെ ഇസ്മുൽ മഫ്ഊല് മുഷാഹദ് എന്നല്ലേ? ഇസ്മുൽ, അല്ലേ? മുഷാഹദത്തുൻ ഇത് മസ്ദർ. നിങ്ങൾ പാഠത്തിലാണോ പാഠത്തിന്റെ ഇല്ല, പുറത്താണോ? പാഠത്തിൽ തന്നെ. ആ അല്ല, അത് പറയും. ഇതിന്റെ മസ്ദർ ഇസ്മുൽ മഫ്ഊല് ശരിക്കും അങ്ങനെയല്ലേ വരിക? ഷാഹിദ്, അതെ, മുഷാഹദ്. മുഷാഹദുൻ, മുഷാഹദുൻ മുഷാഹിദുൻ, മുഷാഹദുൻ, മുഷാഹിദുൻ, മുഷാഹദുൻ. അത് വരുന്നുണ്ട്, നമ്മുടെ ഇത് എക്സസൈസിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ. നമ്മൾ ഈ പാഠം ഈ ബാബ് ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഈ പാഠത്തിൽ അങ്ങോട്ട് എക്സസൈസിൽ അത് വരും. ഇൻഷാ അല്ലാ. ഓക്കെ, സാമഹ പറയും, സാഅദ പറയും, സാഅദ. മുസാമഹത്ത് പറഞ്ഞായിരുന്നു. അടുത്ത സാഅദ. സാഅദ യുസാഇദു, സാഇദ്, സാഇദ്, സാഇദ് ഖൽഖത്തായിട്ട് പറയും. സാഇദ്, മുസാഇദ്, മുസാഅദത്തുൻ. മുസാഅദത്തു. അതെ അതെ. മുസാഅദത്തുൻ ക്രിയാധാതു മുസാഅദത്തുൻ. റാസല, റാസല യുറാസിലു, റാസിൽ, സിൽ റാസലത്ത്. മുറാസലത്തുൻ. റസൂൽ റാസൽ എന്താണ്? ദു റാസലയുടെ അർത്ഥം എന്താണ്? റാസല റാസലയുടെ അർത്ഥം എന്താണ്? ദൗത്യാണ്. ദൗത്യമൊന്നുമല്ല, അത് നിങ്ങൾ റസൂലിൽ നിന്ന് അവിടെ തന്നെ നിൽക്കുകയാണ്. അത് റിസാലത്താണ്. സംഭവം അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ റാസലയ്ക്ക് എന്താണ് നമ്മൾ അർത്ഥം പഠിച്ചത്? റിസാലത്ത് പറഞ്ഞത് ഇത് തന്നെയാണ്. റാസൽ എന്താണ്? കറസ്പോണ്ടൻസ് നടത്തി. റാസല നമ്മൾ മുറാസലത്ത് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലെ മുറാസിൽ മാത്രമേ പറഞ്ഞു. മുറാസിൽ എന്ന വാക്ക് ഇവിടെ പാഠത്തിൽ പഠിച്ചതിന്റെ ഓർമ്മ. എന്തായാലും റാസല കറസ്പോണ്ടൻസ് നടത്തി. യുറാസിൽ സാഅദ് എന്താണ് അറിയുന്നവര് പറയും? സഹായിച്ചു. സാഅദ് സഹായിച്ചു. മുദീറുൽ മുസാഇദ് ഉണ്ടാവും. അൽ മുദീറുൽ മുസാഇദ് അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ. നായിബ് എന്നും പറയും, പക്ഷെ അതേപോലെ സായിദ് എന്നും പറയും. സായിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മീനിങ് ആണ് വരിക, അസിസ്റ്റന്റ്, അസിസ്റ്റ് ചെയ്യുക. അപ്പൊ റാസല കറസ്പോണ്ടൻസ് നടത്തിയ റാസല യുറാസിലു. കൽപ്പന റാസിൽ കൽപ്പന. ക്രിയാധാതു മുറാസലത്തുൻ. മുറാസിൽ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടന്റ്. പത്രത്തിലെ കറസ്പോണ്ടന്റിന് മുറാസിൽ എന്നാണ് പറയുന്നത്. അടുത്തത് റാജ. മടക്കി. ഇതാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നതിനുള്ള വാക്ക്. റാജ മടക്കി അല്ലെങ്കിൽ ആവർത്തിച്ചു. റാജ ആവർത്തിക്കൂ. മുറാജഅത്ത് ആവർത്തനം, റിവിഷൻ. ഹാവല യുഹാവിലു ഹാവിൽ മുഹാവലത്തുൻ. അടുത്തത് ആഖദ. യുആഖിദു ആഖിദ് മുആഖിദത്തുൻ. മുആഖിയല്ല മുആഖദത്തുൻ. മുജാഹദത്തുൻ എന്നാണ് ക്രിയാധാതു. മുആഖദത്തിനാണ് ക്രിയാധാതു. ലാഖ യുലാഖി. യുലാഖി കൽപ്പന.
ഈ ലക്കി ലക്കിയൊന്നുമില്ല. മുലാക്കി ലാക്കി ലാക്കി. ലാക്കി നാദാ യുനാദി പോലെ പറയും. നാദാ യുനാദി പോലെ വരുമ്പോ കൽപ്പന എന്തായിരിക്കും? നാദി നാദി നാദി. ലാക്കി. ലാക്ക യുലാക്കി പരസ്പരം കണ്ടുമുട്ടി. ലാക്ക യുലാക്കി. അതിന്റെ ക്രിയാധാതു മുലാഖാത്തുൻ എന്നാണ്. മുലാഖാത്തുൻ. ലാക്ക യുലാക്കി എന്ന് പറയുന്ന അതേ രീതിയിൽ പറഞ്ഞാൽ മുലാഖയത്തുൻ എന്നാണ് വരിക. പക്ഷെ ഫത്തഹുള്ള യാഹിന് മുമ്പ് ഫത്തഹുള്ളത് വന്നുകൊണ്ട് മുലാഖാത്തുനാക്കി. അപ്പൊ ഇവിടെ ലാക്ക യുലാക്കി മുലാഖാത്തുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അസ്ലുഹു മുലാഖയത്തുൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാറ യുബാരി എന്തായിരിക്കും? മുബാറാത്തുൻ. ബാറ യുബാരി. അപ്പൊ ബാറ യുബാരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരത്തെ മുബാറാത്ത് വാച്ച് ചെയ്തിട്ടിരുന്നെന്ന് പറഞ്ഞല്ലോ. ബാറ യുബാരി എന്തായിരിക്കും അർത്ഥം? മാച്ച് നടത്തി. മുബാറാത്ത് മാച്ച്. അസ്ലുഹു മുബാറയത്തുൻ. ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. ആ ബ്രാക്കറ്റിൽ എഴുതാൻ പറഞ്ഞു. അപ്പൊ നേരത്തെ മുകളിൽ മുലാഖയത്തിൻ എന്ന അസ്ലുഹു എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ മുബാറയത്തിൻ എന്ന് വരും. മുബാറാത്ത് എന്നാണ് അതിന് പ്രയോഗിക്കല്. الرابع التمرين الرابع لباب فاعل അല്ലെങ്കിൽ ജാഹദ ഗ്രൂപ്പിന് ഉണ്ട്. ഫാഅല ഗ്രൂപ്പിനുണ്ട് മസ്ദറാനി. എന്താർത്ഥം? രണ്ട് മസ്ദർ ഉണ്ട്, രണ്ട് ക്രിയാധാതു ഉണ്ട്. നമ്മളെന്താ പഠിച്ചത്? ജാഹദ യുജാഹിദു ജിഹാദും മുജാഹദത്തുൻ വജിഹാദുൻ. മുജാഹദത്തും വജിഹാദുൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോ മുഫാഅലത്തുൻ വഫിആലുൻ. ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഫാഅൽ എടുക്കാൻ. കാരണം എന്താ? മുഫാഅലത്ത് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അതെന്താണ്? അങ്ങനെ പറഞ്ഞു പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ ആദ്യം പഠിച്ച വെർബിലേക്ക് മടക്കിയാൽ സംഭവം കിട്ടും. ജാഹിദ് മുജാഹദത്തുൻ വജിഹാദ്. അപ്പൊ മസ്ദറാനി മുഫാഅലത്തിന് ഒന്ന് മുഫാഅലത്താണ്, മറ്റൊന്ന് ഫിആലുനാണ്. മുജാഹദത്തുൻ വജിഹാദ്. നഹ്വ് ഖാതല. ഒരു ഉദാഹരണം പോലെ ഖാതല യുഖാതിലു മുഖാതലത്തുൻ വഖിതാലു. മുഖാതലത്ത് എന്നും പറയാം, ഖിതാൽ എന്നും പറയാം. നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. ഹാത്തിൽ മസ്ദർ അലാ വസ്നി ഫിആൽ മിനൽ അഫ്ആലിൽ ആതിയ. ഹാത്തിൽ മസ്ദറ അലാ വസ്നി ഫിആൽ. ഫിആൽ രൂപത്തിലുള്ള ക്രിയാധാതു കൊണ്ടുവരൂ. ജിഹാദ് രൂപത്തിലുള്ള ക്രിയാധാതു കൊണ്ടുവരൂ. മിനൽ അഫ്ആലിൽ ആതിയ തുടർന്ന് വരുന്ന ഫെയിലുകൾ. ജാഹദ ജിഹാദുൻ ക്രിയാധാതു മാത്രം ചോദിച്ചുള്ളൂ. നാഫഖ നിഫാഖുൻ. നാഫഖയുടെ അർത്ഥം എന്താ? കാപട്യം കാണിച്ചു. നാഫഖ കാപട്യം കാണിച്ചു. നിഫാഖുൻ കാപട്യം. ആലജയുടെ അർത്ഥം എന്താണ്? ഡോക്ടറല്ലേ? ചികിത്സിച്ചു. ഇലാജ് ചികിത്സ. ഇലാജ്. നാദാ യുനാദി അസ്ലുഹു നാദാ യുനാദി അസ്ലുഹു നിദാ. നാദാ യുനാദിയിലെ ക്രിയാധാതു നിദാഉൻ എന്നാണ്. അസ്ലുഹു നിദായുൻ. നിദായുൻ എന്നാണ് അതിന്റെ അസ്ല്. പക്ഷെ യാഇന് ലം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് യാഇനെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഹംസ കൊടുക്കും. സാധാരണ നമ്മള് യാഇന് ലം കൊടുക്കാൻ പറ്റാത്ത സമയത്ത് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന്
അടയാളത്തിന് തൻവീൻ കൊടുക്കും. ഇപ്പോ അതെ, തൊട്ട് മുമ്പുള്ള അക്ഷരം ഇവിടെ എന്താണ് നിദാ എന്ന് വരുമ്പോ തൊട്ട് മുമ്പുള്ളതിന് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് ആകെ അതിനെ മൊത്തത്തിൽ മാറ്റിയിട്ട് ഹംദ് കൊടുക്കും. അതേപോലെയാണ് ദഅ യദ്ഉ ദാഇൻ ദുആ എന്ന്. അപ്പൊ നിദാ. التمرين الخامس هاتي أسماء الفاعلين من الأفعال الآتية. എന്ത് ചെയ്യണം? أسماء الفاعلين അല്ല فاعلين. هاتي أسماء الفاعلين. ഇസ്മുൽ ഫാഇലുകൾ കൊണ്ടുവരൂ. ഇസ്മുൽ ഫാഇൽ. അപ്പൊ റാസല യുറാസിലുവിന്റെ കർത്താവിന്റെ രൂപം എന്താണ്? മുറാസിലും. അപ്പൊ ഇസ്മുൽ ഫാഇൽ. അപ്പോ ഇസ്മുൽ ഫാഇലിന് അവസാനത്തിന് മുമ്പുള്ളത് കസ്റായിരിക്കും. ഫാഇൽ. ഇസ്മുൽ ഫാഇലിന് അവസാനത്തിന് മുമ്പുള്ളത് കസ്റായിരിക്കും. മുറാസിലും. അതേപോലെ എന്താണ് 3+ എല്ലാത്തിനും ഇസ്മുൽ ഫാഇലിന് എന്തായിരിക്കും ഉള്ളത്? തുടക്കത്തില് 3+ എല്ലാത്തിനും കർത്താവിന്റെ രൂപത്തിന് എന്തുണ്ടാവും? തുടക്കത്തില് മൂ ഉണ്ടാവും. ഇസ്മുൽ ഫാഇലിനും ഇസ്മുൽ മഫ്ഊലിനും മൂ ഉണ്ടാവും. 3+ എല്ലാത്തിനും. റാസല യുറാസിലു മുറാസിലു. ഷാഹദ യുഷാഹിദു മുഷാഹിദുൻ. സാഅദ യുസാഇദു മുസാഇദുൻ. ഹെൽപ്പർ. ജാഹദ യുജാഹിദു മുജാഹിദുൻ. സാഫറ യുസാഫിറു. അങ്ങനെയാണ് മുസാഫിർ വന്നത്. സാഫറ. റാഖബ യുറാഖിബു മുറാഖിബ്. റാഖബ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിച്ചു അല്ലെങ്കിൽ നിരീക്ഷിച്ചു. ഹാത്തി അസ്മാ അൽ ഫാഇലി വസ്മൽ മഫ്ഊലി. ഹാത്തി ഇസ്മൽ ഫാഇലി. അസ്മാ അല്ല. ഹാത്തി ഇസ്മൽ ഫാഇലി വസ്മൽ മഫ്ഊലി. ഇസ്മുൽ ഫാഇലും ഇസ്മുൽ മഫ്ഊലും കൊണ്ടുവരാം. മിൻ ഖാതബ. ഖാതബയുടെ അർത്ഥം എന്താ? അഡ്രസ് ചെയ്ത്, അഭിസംബോധന ചെയ്ത്. ഖാതബ. ഖാതബയാണ് പ്രസംഗിച്ചത്. അപ്പൊ അൽ മാദി അൽ മുളാരി ഇസ്മുൽ ഫാഇൽ വസ്മുൽ മഫ്ഊൽ. ഖാതബയുടെ ഇസ്മുൽ ഫാഇൽ എന്തായിരിക്കും? മുഖാത്തിബുൻ. പിന്നെ ഇസ്മുൽ മഫ്ഊൽ മുഖാത്തബുൻ. അപ്പോ ഇസ്മുൽ ഫാഇൽ അവസാനത്തിന് മുമ്പുള്ളതിന് കസ്റായിരിക്കും. ഇസ്മുൽ മഫ്ഊലിന് അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ഹായിരിക്കും. 3+ എല്ലാം 3+ എല്ലാം 3-ലധികമുള്ള എല്ലാത്തിലും എന്തായിരിക്കും? കർത്താവിന് അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കസ്റും കർമ്മത്തിന് അഥവാ കർമ്മനാമത്തിന് അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ഹുമായിരിക്കും. وخاطب يخاطب مخاطب مخاطب. تأمل الأمثلة الآتية لباب فاعل وعين فيها الماضي والمضارع والأمر والمصدر واسم الفاعل واسم المفعول. ഇതിനെ എല്ലാത്തിനെയും കണ്ടെത്തണം. തഅമ്മൽ അംസിലത്തിൽ ആത്തിയ തുറന്നു വരുന്ന ഫാഅല ഗ്രൂപ്പിലെ ഉദാഹരണങ്ങളെ ശ്രദ്ധിച്ച് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അയ്യിൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക, അടയാളപ്പെടുത്തുക, നിശ്ചയിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അയ്യിൻ ഫിഹൽ മാളിയ. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? മാളിയെ മാർക്ക് ചെയ്യുക, അടയാളപ്പെടുത്തുക. വൽ മുളാരിയ, മുളാരിയെ അപൂർണക്രിയ അടയാളപ്പെടുത്തുക. വൽ അംറ, കൽപ്പനക്രിയ അടയാളപ്പെടുത്തുക. വൽ മസ്ദറ, ക്രിയാദാനം അടയാളപ്പെടുത്തുക. വസ്മൽ ഫാഇൽ, ഇസ്മുൽ ഫാഇലിനെ അടയാളപ്പെടുത്തുക. വസ്മുൽ മഫ്ഊൽ. ഹാജറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ മക്കത്തൽ മുകറമതി
ഇലൽ മദീനത്തിൽ മുനവ്വറത്തി ആമ 22 و600 ലിൽ മീലാദ്. എന്താ പറഞ്ഞത്? ഹാജറ നബിയു. എന്താണ് ഹാജറ? അല്ല ഫായിൽ. മിൻ മക്കത്തൽ മുകറമതി. മിൻ മക്കത്തൽ മുകറമതി എന്ന് പറഞ്ഞിട്ട് മിൻ മക്കത്ത എന്ന് പറഞ്ഞു. മിൻ വന്നോണ്ട് കെസ്റ കൊടുക്കാൻ എന്താ? മുൻസരിഫായതുകൊണ്ട് ഗൈർ മുൻസരിഫാണ്. തായുള്ള പ്രോപ്പർ നൗണാണ്. തായുള്ള പ്രോപ്പർ നൗൺ എല്ലാം എന്താണ്? ഗൈർ മുൻസരിഫാണ്. ഫാത്തിമയും ഹംസയും എല്ലാം അതിൽ പറ്റും. അതുപോലെ മക്കയും പറ്റും. അപ്പോ മക്കയുടെ എന്താണ് മുകറമത്ത്? എന്താണ്? വിശേഷം. വിശേഷണം. അപ്പൊ വിശേഷണം എങ്ങനെയാ അൽ വന്നത്? അത്രത്തിന് അല്ലില്ലല്ലോ. ഇതിൽ അൽ വന്ന് എങ്ങനെ എന്തുകൊണ്ടെന്നാണ് ചോദ്യം. പ്രോപ്പർ നൗൺ ആണെങ്കിൽ എന്താണ്? അത് അല്ലുള്ളതാണ്, സ്പെസിഫിക് ആണ്. അതിനെ വിശേഷിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? അൽ കൊടുത്താൽ വിശേഷിപ്പിക്കേണ്ടത്. പ്രോപ്പർ നൗൺ ആണെങ്കിൽ സ്ഥലത്തിന്റെ പേര്, വ്യക്തിയുടെ പേരൊക്കെ ആണെങ്കിൽ എന്താവും? അത് ഓൾറെഡി എന്താണ്? സ്പെസിഫിക് നൗൺ ആണ്. അല്ലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് സ്പെസിഫിക് നൗൺ ആണ്. അതിനെന്ത് ചെയ്യണം? അതിനെ വിശേഷിപ്പിക്കുമ്പോൾ അൽ ചേർന്ന നാമം കൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്. അപ്പൊ മക്കയുടെ സ്ഥലത്തിന്റെ പേര് മക്ക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെന്താണ്? റെസ്പെക്റ്റഡ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചാണ് മുകറമ, അല്ലെങ്കിൽ ആദരിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചാണ്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ആൽ ചേർത്തലാണ് വിശേഷിപ്പിക്കുക. പിന്നെ എന്തുകൊണ്ട് കെസ്ർ വന്നു? വിശേഷിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നീട് എങ്ങനെ ഇളാഫത്ത് വന്നു? മുകറമത്തിന്റെ മക്കയാണോ അല്ല മുകറമത്തായ മക്കയാണോ? അപ്പൊ മുകറമത്തായ മക്ക എന്ന് പറയുമ്പോൾ മക്കയുടെ വിശേഷണമാണ് മക്ക. എങ്ങനെ കസർ വന്നു? അത് മുൻസിഫാണല്ലോ, അതുകൊണ്ട് വരുമ്പോൾ ഒറിജിനലി മക്കയ്ക്ക് കസറാണുള്ളത്. ആ കസർ അനുസരിച്ചാണ് രണ്ടാമത്തേന് കസർ കൊടുത്തു. ഇലൽ മദീനത്തിൽ മുനവ്വറത്തി. മദീനത്തിൽ മുനവ്വറ ഇവിടെ ശരിക്കും ഉണ്ട്. കാരണം അത് പിന്നീട് കൊടുത്ത പേരാണ് അൽ മദീനത്തുൽ മുനവ്വറ. അത് യഥാർത്ഥത്തിൽ മദീനത്തുൽ നബവി എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു? മദീനത്തുൽ മുനവ്വറയാക്കി. എന്തായിരുന്നാലും അപ്പോ അൽ മദീന എന്നാണ് പറയുക. അൽ മദീന അൽ മുനവ്വറത്തി. ആമസിനൈനി. ആമിന് സമയത്തിന്റെ പേര് ആയതുകൊണ്ട് എന്ത് ചെയ്തു? സ്ഥലകാല സംബന്ധി ആയതുകൊണ്ട് ആമിന് പത്നാസ് കൊടുക്കും. ഇസ്നൈനി വൈശിരീന വസിത്തമിഅതി. അപ്പോ നമുക്ക് എന്തായിരുന്നു? ഫാല ഗ്രൂപ്പിലുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഹാജറ മാത്രമേ ഉള്ളൂ അല്ലേ? വിശിരീന ലിൽ മീലാദ്. ഓക്കെ. ആമ ഇസ്നൈനി വൈശിരീന. ഇസ്നൈനി വൈശിരീന 22. 622. അൽ മീലാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വർഷത്തെ സൂചിപ്പിക്കാനുള്ള, അതായത് ഏത് വർഷം, എങ്ങനെയുള്ള വർഷം എന്നതിനെ സൂചിപ്പിക്കാനുള്ള പദമാണ് അൽ മീലാദ്. മീലാദ് അറിയാമല്ലോ, ജനനം അല്ലേ? മീലാദ് എന്ത്? ജനനം. മീലാദിൻ നബി ഇല്ലേ? അപ്പൊ മീലാദ് ജനനം. അപ്പം ആ അർത്ഥത്തിലാണെങ്കിൽ എന്തായി? ക്രിസ്തുവിന്റെ ജനനത്തെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്രിസ്തു വർഷങ്ങളെ കാലം. അപ്പൊ അതുകൊണ്ട് ക്രിസ്തു വർഷത്തിന് അറബിയിൽ എന്ത് വാക്ക് ഉപയോഗിക്കും? ആമുൽ മീലാദ് എന്നാണ് പറയുക. ആമുൽ മീലാദ് എന്നാണ് പറയുക. അപ്പൊ അതിന്റെ കൂടെ ആമ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ വർഷം പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആമൽ മീലാദ് എന്ന് പറയും, ക്രിസ്തു വർഷം എന്ന അർത്ഥത്തിൽ. പിന്നെ അതിന്
നമ്പറിലേക്ക് എഴുതിയാൽ, വർഷം അക്കത്തിൽ എഴുതിയാൽ എന്ത് ചെയ്യും? ഒരു മീമിടും. ആ അക്കം കഴിഞ്ഞതിന് ശേഷമായിരിക്കും മീമിടുക. അക്കം കഴിഞ്ഞതിന് ശേഷം മീമിടും. അപ്പൊ എന്തായി? ആമിൽ മീലാദ് എന്ന് പറയാം. അപ്പോ സംഖ്യ വായിക്കേണ്ടത് പഠിച്ചു, സംഖ്യ എഴുതുന്നത് പഠിച്ചു, മീലാദ് എന്താണ് മീലാദും ഹിജിരിയും പഠിച്ചു. അപ്പൊ ഹിജിരി ആണെങ്കിൽ ആമൽ ഹിജിരി എന്ന് പറയും. അതിനുശേഷം അക്കത്തിന് ശേഷം ഹാ ഇടും. ആയിട്ടൊരു ഇതും കൂടെ ഇടും കേട്ടോ, വാലുള്ള ഹാ, അല്ലാതെ കെട്ടുള്ള ഹാ അല്ല, സർക്കിൾ അല്ല, അല്ലാത്ത ഹായാണ്. അല്ലെങ്കിൽ അസാനി സാഫർ അബി ഇല റിയാദി ലിൽ ഇലാജ്. അതിലെന്തൊക്കെയുണ്ട്? സാഫറുണ്ട്. സാഫർ എന്താണെന്ന് പറയും? ഇസ്മുൽ അല്ല മാളി, ഫേലുൽ മാളി. ഫേലുൽ മാളി. സാഫറ ഫേല് മാളിയാണ്. അബി ഇല റിയാദി ലിൽ ഇലാജ്. ഇലാജ് എന്താണ്? മസ്ദർ. മസ്ദറാണ്. ആ ലജിയുടെ മസ്ദറാണ് ഇലാജ്, ചികിത്സ. الثالث ذهبت لمقابلة المدير فلم أجده في مكتبه. എന്തുള്ളതില്? മുഖാബലത്തുൻ ഫേലുൽ മുഖാബല. മുളാരി. മുഖാബലയുടെ ക്രിയാധാതുവാണ് മുളാരിയോ? അല്ല, റിയാദാദ് മസ്ദർ. ക്രിയാധാതുവാണ് മുഖാബലത്ത്, മസ്ദർ. ذهبت لمقابلة المدير. മുദീറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. ഫലം അജിദുഹു. അദ്ദേഹത്തെ കണ്ടില്ല. ഫീ മക്തബിഹി, അദ്ദേഹത്തിന്റെ ഓഫീസിൽ. അറാബിയ മാ ഇൻദി വഖ്തുൻ ലിമുശാഹദതി ബറാമിജി തെൽഫാസ്. ബറാമിജി തെൽഫാസ്, ബറാമിജ്. മാ ഇൻദി, എന്റെ അടുക്കലില്ല. വഖ്തുൻ, ഐ ഡോണ്ട് ഹാവ് ടൈം. ലിമുശാഹദതി. മുശാഹദത്ത് മസ്ദർ. മുശാഹദത്ത് എന്താണ്? മസ്ദർ ക്രിയാധാതു, മസ്ദറാണ്. ലിമുശാഹദതി ബറാമിജ്. ബറാമിജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമുകൾ, ബഹുവചനമാണ്. പ്രോഗ്രാമുകൾ, ബറാമിജ്. ബർനാമജിന്റെ ബഹുവചനമാണ് ബറാമിജ്. അവിടെ നായുണ്ട്. ബർനാമിജ്, ബർനാമജ്, മീമിന് ഫതഹാണ്. ബർനാമജ്. ബർനാമജിന്റെ ബഹുവചനമാണ് ബറാമിജ്. ബർനാമിജിൽ എത്ര അക്ഷരമുണ്ട്? നാലക്ഷരത്തിൽ കൂടുതൽ വരുന്നതിന്റെ ബഹുവചനം വരുമ്പോൾ കുറച്ച് കട്ട് ചെയ്യും. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ പഠിക്കും. ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. സംശയം വന്നുകൊണ്ട് മാത്രം പറഞ്ഞെന്നാണ്. 6 അക്ഷരങ്ങളില്ലേ? അതെ, 4-ൽ അധികമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. 4-ൽ അധികം അക്ഷരം ഏകവചനത്തിലുണ്ടെങ്കിൽ ബഹുവചനം വരുമ്പോൾ കട്ടിങ് വരും. ബഹുവചനം വരുമ്പോൾ കട്ടിങ് വരും. അങ്ങനെയാണ് ബാക്കി അങ്ങനെ പോയത്. ന്യായി മലഹും പോയത്. ബറാമിജും ബർനാമിജിന്റെ ന്യായ ഇത് പോയി, ഞാൻ പോയി. ബറാമിജും. ഓക്കെ, ബർനാമിജ് ആണ് ഏകവചനം, ബർനാമജ് ആണ് ഏകവചനം. അതിന്റെ ബഹുവചനം ബറാമിജ്. അർത്ഥം പ്രോഗ്രാം. ബർനാമിജ് പ്രോഗ്രാം. ബറാമിജ് എന്റെ ബഹുവചനം. ബറാമിജ് തെൽഫാസ്, ടെലിവിഷൻ പ്രോഗ്രാമുകൾ മുഷാഹദത്തിന് എനിക്ക് സമയമില്ല. നാദിൽ മുറാഖിബയ അലി, അതിലെന്തുണ്ട്? നാദയുടെ കൽപ്പനയുണ്ട്, നാദിയുണ്ട്, പിന്നെ ഇസ്മുൽ ഫായിലായ മുറാഖിബുണ്ട്. അന മുറാസിലു സഹീഫത്തിൻ, അന മുറാസിലു സഹീഫത്തിൻ, അതിലെന്തൊക്കെയുണ്ട്? ഇസ്മുൽ ഫായിലുണ്ട്, ഇസ്മുൽ ഫായിലായ മുറാസിലുണ്ട്. മുറാസിലു സഹീഫത്ത് എന്താണ്?
സുഹ്ഫുൻ അല്ലല്ല സഹീഫത്ത് എങ്ങനെ വന്ന മാസ്റ്റർ? പേജുകളല്ലേ പേജ് മസ്തറിൽ സുഹൃത്ത് മീം വരണ്ടേ? മുഷാഹദത്ത് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ജിഹാദ് പോലെ. ഇതല്ല, ഇത് സഹീഫത്ത് എന്ന് പറഞ്ഞാൽ ഏട് അല്ലെങ്കിൽ പത്രം. ഇവിടെ പത്രത്തിന്റെ മുറാസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പത്രത്തിന്റെ കറസ്പോണ്ടൻസിന് മുറാസിൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക, കറസ്പോണ്ടന്റ്. പിന്നെ അങ്ങോട്ട് കുറെ ഉദാഹരണങ്ങളാണ്. ഇവിടെ നിർത്തിക്കൂടെ? ഇവിടെ നിർത്താം. അതിനെ പറയും നോക്കിയായിരുന്നു. ഓക്കെ, ബാക്കി വായിച്ചിട്ട് നിങ്ങൾ നമ്മുടെ പാഠത്തിന്റെ കൺസെപ്റ്റ് ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് വരിക. ഇതൊക്കെ വായിച്ചു നോക്കുക. അങ്ങോട്ട് വായിച്ചു നോക്കുക. മനസ്സിലാകുന്ന കാര്യം മനസ്സിലാക്കുക, മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാക്കണ്ട. എന്തായാലും വായിച്ചു നോക്കാം. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നത് മാത്രം പഠിച്ചാൽ പോരാ, പഠിക്കാത്തതും വായിച്ചു പഠിക്കാൻ പറ്റണം. കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനെക്കുറിച്ച് 2-3 പോയിന്റുകൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അറബി ഭാഷ കൂടുതൽ പഠിക്കാനും അതിന്റെ ഓരോ തലങ്ങളിലും ഡെപ്തിൽ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിനനുസരിച്ച് ഖുർആൻ വായിക്കുമ്പോൾ അതിൽ നമുക്ക് ആശയം കൂടുതൽ ഉൾക്കൊള്ളാനും ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാനും നമുക്കുള്ള തോഫീക്ക് നൽകട്ടെ. ഈ ലോകത്തും പരലോകത്തും അല്ലാഹ് നമുക്ക് നന്മ പ്രദാനം ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله. سلام. عليكم السلام.